പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണം പൂർത്തിയാക്കി അടുത്തയാഴ്ച കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ പീഡനത്തിനിരയായ യുവതി മൊഴി മാറ്റിയത് കേസിനെ ബാധിച്ചേക്കും. താൻ ഒളിവിലല്ലെന്ന് വ്യക്തമാക്കുന്ന യുവതിയുടെ വീഡിയോയും ഇതിനിടെ പുറത്തുവന്നു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ശ്യാം കെ വാര്യർ ചേരുന്നുണ്ട്. ശ്യാം, പറഞ്ഞ പോലെ തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ യുവതി മൊഴി മാറ്റിയത് ഈ കേസിനെ എത്രത്തോളം ബാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? അമ്പിളി, വലിയ തോതിലുള്ള ഒരു ട്വിസ്റ്റാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നടന്നത്. അതായത് നമുക്കറിയാം, ഈ ഒരാഴ്ച വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ വലിയ മാധ്യമ ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്തു. നമുക്കറിയാം, കൊല്ലത്തടക്കം ഉണ്ടായിരുന്ന ഒരു സ്ത്രീപീഡന കേസ്, വലിയ തോതിലുള്ള ഒരു പാമ്പിനെ ഉപയോഗിച്ച് വലിയ കൊന്ന കേസ് അടക്കമുണ്ടാക്കിയ ഒരു വിവാദം, അതിന് തുടർച്ചയായി അതായത് ഇത് പീഡനത്തിന് ഈ പറയുന്ന ഗാർഹിക പീഡനം, സ്ത്രീപീഡനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങളായിരുന്നു ഈ യുവാവിനെതിരെ, രാഹുലിനെതിരെ പോലീസ് കേസെടുത്തത്. ഈ കേസെടുക്കുന്നതിലടക്കമുണ്ടാക്കിയ ഒരു വൈകൽ, അത് ബോധപൂർവമാണ്, കേസ് അട്ടിമറിക്കാനാണെന്ന ആക്ഷേപം അടക്കം ഈ യുവതിയും ഈ പറയുന്ന യുവതിയുടെ ബന്ധുക്കളടക്കം ആരോപിച്ചിരുന്നു. അത്രത്തോളം ഗൗരവമായ ഒരു കേസ്. പക്ഷേ ഇപ്പോഴും കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്ന രാഹുലിനെ വിദേശത്തായതിനാൽ പിടികിട്ടാനായിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ യുവതി പൂർണ്ണമായും ഈ മൊഴി മാറ്റി പറയുന്നത്. ഒരു തരത്തിലും രാഹുൽ കുറ്റക്കാരനല്ല, ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താനാണ്. തനിക്കുണ്ടായിരുന്ന ഒരാളുമായിട്ടുള്ള ഒരു ബന്ധം, അത് രാഹുൽ അറിഞ്ഞതോടെ ഉണ്ടായ ഒരു പീഡനമാണ്, അല്ലെങ്കിൽ തനിക്ക് മർദ്ദിച്ചതാണ് ഇത്തരമൊരു വിവാദത്തിലേക്കും അല്ലെങ്കിൽ ഇത്തരം വലിയ വിഷയത്തിലേക്കും കേസിലേക്കും ഒക്കെ എത്തിച്ചത്. അത് ഒരു തരത്തിലും അതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല. രാഹുൽ ഒരു തരത്തിലും കുറ്റക്കാരനല്ല. ഒരു തരത്തിലും ഇത് ഈ പറയുന്നത് പോലെ തന്നെ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇത് വരില്ല. അത്തരം ഏതെങ്കിലും തരത്തിൽ സ്ത്രീധനം ചോദിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയോ രാഹുലിന്റെ വീട്ടുകാരോ ചെയ്തിട്ടില്ല എന്ന് ഈ പറയുന്ന പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടിയെ ഈ വീഡിയോ വന്നതിന് ശേഷമാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ, ഈ പെൺകുട്ടി രാഹുലിന്റെ തടങ്കലിലാണ്, മനഃപൂർവ്വം ബോധപൂർവം ഈ പെൺകുട്ടിയെ മൊഴി മാറ്റി പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്ത് വന്നത്. പക്ഷേ അതിനുശേഷം രാത്രിയോടെ വന്ന മറ്റൊരു വീഡിയോയിൽ കൃത്യമായി ഈ പെൺകുട്ടി പറയുന്നുണ്ട് താൻ ഒളിവിലല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും പോലീസുമായി ഇക്കാര്യം ബന്ധപ്പെട്ടപ്പോൾ അടുത്ത ആഴ്ച കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ ഈ മൊഴി മാറ്റി പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ കേസിനെ ബാധിക്കുമോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നത് അടുത്ത ആഴ്ച കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കേസിനെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം രഹസ്യമൊഴി അടക്കം പെൺകുട്ടിയുടെ രേഖപ്പെടുത്തിയതാണ്. രഹസ്യമൊഴിയിലടക്കം കൃത്യമായി തന്നെ പെൺകുട്ടി രാഹുലിനെതിരെ പറയുന്നുണ്ട്, രാഹുൽ മർദ്ദിച്ചതും എങ്ങനെയാണ് മർദ്ദിച്ചതും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ സ്ത്രീപീഡനം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. രഹസ്യമൊഴി രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ മൊഴി ഇപ്പോൾ മാറ്റിയാൽ പോലും അത് ഈ കേസിനെ ബാധിക്കില്ല എന്നാണ് ഈ പറയുന്ന കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി അത് ഏത് രീതിയിൽ കോടതിയിലടക്കം ഈ പെൺകുട്ടി കേസ് കോടതിയിൽ എത്തുമ്പോൾ പെൺകുട്ടി ഏത് നിലപാടെടുക്കും, അത് ഈ പറയുന്നത് പോലെ കേസ് അട്ടിമറിക്കാനാവുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ ബാക്കിയുണ്ട്. എന്തായാലും ദുരൂഹതകൾ ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ശരി, പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണം പൂർത്തിയാക്കി വരുന്ന സാഹചര്യത്തിൽ അടുത്തയാഴ്ച കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുമ്പോഴാണ് ഈ പീഡനത്തിനിരയായ യുവതി മൊഴി മാറ്റുന്നത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. താൻ ഒളിവിലല്ലെന്ന് വ്യക്തമാക്കുന്ന യുവതിയുടെ വീഡിയോയും ഇതിനിടെ പുറത്തുവന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ശ്യാം കെ വാര്യർ.